അപ്പോൾ അങ്ങനെ നമ്മൾ തൃശ്ശൂരിലേക്ക് കലക്കി പൊളിക്കാനായി കലോത്സവം കൂടാനായി എല്ലാവരും എത്തുകയാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരുന്നു. 25 വേദികൾ, 249 മത്സര ഇനങ്ങൾ, 15,000-ഓളം വരുന്ന കലാതാരങ്ങൾ മാറ്റുരയ്ക്കാൻ വേണ്ടി എത്തുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം, യുവജന മാമാങ്കം. കലോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി സാരംഗ് തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം കലോത്സവ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന്. സാരംഗ്, ഗുഡ് മോർണിംഗ്. കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള 4-5 ദിവസം തൃശ്ശൂർ ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണല്ലേ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂർ നഗരം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. കാരണം തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകവും അതുപോലെ തന്നെ പൂരപ്പെരുമയും ഒക്കെ വലിയ ആഘോഷമാക്കിക്കൊണ്ടാണ് ഇത്തവണ തൃശ്ശൂരിൽ കലോത്സവം നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പ്രധാന വേദിയായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്താണ്. തേക്കിൻകാട് മൈതാനത്ത് എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോഴും ജോലികൾ നടക്കുന്നുണ്ട്. ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. എന്തായാലും ഈ വേദി ഒന്നാകെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ, അതായത് കലോത്സവ വേദിയുടെ മുഖ്യ കവാടം തന്നെ അതിമനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ സംസ്കാര പൈതൃകങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കഥകളി, അതുപോലെ തന്നെ ചെണ്ടമേളം, ആന തുടങ്ങി എല്ലാ കലാരൂപങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മാമാങ്കത്തിനാണ് തൃശ്ശൂർ പൂരനഗരി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും ഇവിടെ ഒരു ശില്പം പോലെ, അതായത് ഈ കാണുന്ന ശില്പത്തിലാണ് നാളെ രാവിലെ പതാക ഉയരുന്നത്. ഈ പതാക ഉയരുന്നതോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരികമായ തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ കാണുന്ന ശില്പത്തിലാണ് കൊടി ഉയരുന്നത്. പ്രധാനമായും ഇതൊരു 64ാമത് കലോത്സവമായതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ, അതായത് 64 എന്ന മാതൃകയിൽ ഈ കലാരൂപങ്ങൾ, ഈ വീണ, അതുപോലെ തന്നെ ചിലങ്ക, ആനക്കൊമ്പ്, തൃശ്ശൂരിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആനക്കൊമ്പ് തുടങ്ങി പൈതൃകങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശിലാരൂപമാണ് ഈ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ശില്പി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ വിവരങ്ങൾ കൂടുതലായി ചോദിച്ചറിയാം. അദ്ദേഹമാണ് ഈ വലിയ രീതിയിൽ ഈ ഒരു ശില്പത്തെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടി ഇത്തരത്തിലൊരു രൂപം അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന് തന്നെ വിവരങ്ങൾ ചോദിച്ചറിയാം. പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് യദുകൃഷ്ണൻ, തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. ഇപ്പോൾ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ശില്പകലാ വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റി തന്നൊരു അസൈൻമെൻ്റാണ്. അതുപോലെ തന്നെ സാധാരണ ഒരു കൊടിമരം എന്നതിൽ വിട്ട് മാറി നമുക്കൊരു വേറെ നല്ലൊരു, എങ്ങനെ മനുഷ്യന് അവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ആലോചിക്കാം, ഇത് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ആലോചിച്ച് ചിന്തിക്കാവുന്ന തരത്തിലൊരു ശില്പരൂപത്തിൽ നമ്മൾ അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുറേ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. നമ്പർ 6 ഉണ്ട്, പിന്നെ അതൊരു വീണയായിട്ട് മാറുന്നുണ്ട്. ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷാണ് നമ്മൾ കൊടി ഉയരുന്ന ബ്രഷിലാണ്. ബ്രഷും വീണയുടെ നമ്പർ 6ൻ്റെയും ഒരു ഫ്രണ്ട് ഒരു പ്ലേറ്റ് പോകുന്നുണ്ട്, ചിലങ്കയാവുന്ന ഒരു പ്ലേറ്റ് പോകുന്നുണ്ട്. അത് ചേരുമ്പോൾ നമ്പർ 4 ആവുന്നുണ്ട്. ഈ 64 ചിലങ്കമണികളുണ്ട്. അത് 64 കലകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൂടിയിട്ടാണ്. എത്ര ദിവസം എടുത്തു നിർമ്മിക്കാനായിട്ട്? ഇപ്പോൾ ഒരു കുറച്ച് നാളെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചിന്ത തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ഒരു 10-20-25 ദിവസം അടുത്തുണ്ട്. ഓക്കെ. മനു, അങ്ങനെ തന്നെയാണ് ഈ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂരിൻ്റെ പൈതൃകവും അതുപോലെ തന്നെ കലകളുടെയൊക്കെ എല്ലാ പൈതൃകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശില്പമാണ്. നാളെ രാവിലെയാണ് ഇത്തരത്തിൽ പതാക ഉയരുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പതാക ഉയരുന്നതോടെ ഔപചാരിക തുടക്കമാകും. തുടർന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ 1-ാം വേദിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഏതാണ്ട് 225 വേദികളിലായിട്ട് 249 മത്സര ഇനങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ അരങ്ങേറുന്നത്. അതോടൊപ്പം തന്നെ 15,000-ത്തിലധികം കലാതാരങ്ങൾ ഈ വരുന്ന 5 ദിവസം മാറ്റുരയ്ക്കും എന്നുള്ളതാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടും സജ്ജീകരിച്ചു എന്നുള്ളതാണ്. 25 പന്തലുകളും അതിമനോഹരമായിട്ട്, അതുപോലെ തന്നെ അതിസുരക്ഷയോടുകൂടി തന്നെ ഒരുക്കി കഴിഞ്ഞു. മുഖ്യ വേദിയാണ് അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഏതാണ്ട് 7,000 ആളുകൾക്ക് ഇരിക്കാം, ഒരേ സമയം ഇരിക്കാം. വ്യക്തമായിട്ട് ഈ മത്സരങ്ങളൊക്കെ തന്നെ കാണാം. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അതായത് ഇരിപ്പിടമൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇപ്പോൾ കാണുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മുഖ്യ വേദിയായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്തെ മുഖ്യവേദിയിലെ കവാടത്തിൻ്റെ ഒരു അണിയിച്ചൊരുക്കലാണ്. ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കലാരൂപങ്ങളൊക്കെ തന്നെ കഥകളിയുണ്ട്,
തെയ്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ കലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിവിധ രീതിയിലുള്ള പരിപാടികളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അതിമനോഹരമായിട്ടാണ് സ്റ്റേജ് പോലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടുള്ളത്. 7000 ആളുകൾക്ക് ഇവിടെ ഇരുന്ന് മത്സരങ്ങൾ സുഗമമായി ഇരുന്ന് കാണാം. അതിനുവേണ്ടി സ്റ്റേജ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കഴിഞ്ഞു. ഇനി നാളെ ഒരു ഉത്സവത്തിലേക്ക് തന്നെ തൃശ്ശൂർ എത്തും എന്നുള്ളതാണ്. വിവിധ പരിപാടികൾ നാളെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ആഘോഷങ്ങളാണ് നടക്കുന്നത്. അതായത് തൃശ്ശൂരിലായതുകൊണ്ട് തന്നെ ഇലഞ്ഞിത്തറ മേളം ഉൾപ്പെടെ, അതുപോലെ തന്നെ കുടമാറ്റം ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഇത്തരത്തിൽ വിപുലമായ ആഘോഷങ്ങളോടെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നാളെ രാത്രിയോടെ ആദ്യ ടീമുകൾ, അതായത് കലോത്സവത്തിനെത്തുന്ന പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ ആദ്യ ടീമുകൾ നാളെ എത്തിത്തുടങ്ങും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നാളെ എത്തുന്ന കലാതാരങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡുകളിലും അതീവ ഗംഭീരമായിട്ടുള്ള സ്വീകരണം ഉണ്ടാകും. അവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈ ഭക്ഷ്യപ്പുര ഒരുക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് വിപുലമായിട്ടുള്ള ഒരു ഭക്ഷ്യപ്പുര ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളും പൂർണ്ണമായിട്ടും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അതായത് രാവിലെ മാത്രം 4 അറിയേണ്ടതുണ്ട്. വിപുലമായ ഒരു ടീം ഒരുക്കി കൈരളി കാത്തിരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കൈരളി ന്യൂസിന്റെ കലോത്സവ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. നമ്മുടെ ടീമിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയല്ലേ സാരംഗ്? ഇനി അങ്ങോട്ടേക്ക് എത്തിയാൽ പോരെ നമ്മളെല്ലാവരും? തീർച്ചയായും നമ്മുടെ മനു ഒരു 27 പേരടങ്ങുന്ന സംഘമാണ് കൈരളിയുടെ ഭാഗമായിട്ട് ഈ സ്കൂൾ കലോത്സവം പൂർണ്ണമായിട്ടും കവർ ചെയ്യാനായിട്ട് എത്തുന്നത്. അവർ നാളെ തന്നെ എത്തും. ഇതിനോടകം തന്നെ നമ്മുടെ ടെക്നിക്കൽ ടീം എത്തിയിട്ടുണ്ട്. അവർ ഈ മീഡിയ സ്റ്റോളൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവും പകലുമില്ലാതെ ജോലിക്കാരൊക്കെ ആയിട്ട് അവരും സജ്ജമാണ്. അവർ തൊട്ടപ്പുറത്ത് തന്നെ അവരും പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഡിയ സ്റ്റാളിൻ്റെ ഇന്നലെ രാവിലെ എത്തിയതാണ് അവർ. ഒരു 6-7 പേരടങ്ങുന്ന സംഘമുണ്ട്. അവർ ഇന്നലെ മുതൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മറ്റ് സംഘങ്ങൾ, റിപ്പോർട്ടർമാരും അതുപോലെ തന്നെ ഡെസ്കിലെയും വെബിലെയും ഒക്കെ ഉൾപ്പെടുന്ന അംഗങ്ങൾ നാളെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ ആഘോഷത്തോടെ തന്നെ കൈരളിയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ ഏറ്റെടുക്കും. സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാണ്. തത്സമയം വിവിധ വൈവിധ്യങ്ങളായിട്ടുള്ള കലാരൂപങ്ങളും കലാകാരന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കും കൈരളിയും ഇത്തരത്തിൽ കലോത്സവത്തെ വരവേൽക്കുന്നത്. എന്തായാലും തൃശ്ശൂർ നഗരം ഒന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞു. നഗരത്തിൽ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് മുതൽ തന്നെ നഗരത്തിൽ അതീവ സുരക്ഷയുണ്ടായിരിക്കും. എത്തുന്ന വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. കാരണം പോലീസിൻ്റെ സുരക്ഷ 24 മണിക്കൂറും ഉണ്ടാകും. അവർക്ക് വേണ്ട യാത്രകൾക്ക് വേണ്ടിയിട്ട് പോലും പ്രത്യേക ഓട്ടോകൾ പോലും, അതായത് കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് വേദികളിലേക്ക് യാത്ര ചെയ്യുന്നതിന്, താമസ സ്ഥലത്ത് നിന്ന് വേദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ ഓട്ടോകൾ അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് ഏത് സമയത്തും, അതായത് രാത്രി ഏത് സമയത്ത് വേണമെങ്കിലും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, രാത്രി 1 മണിവരെയെങ്കിലും ഭക്ഷ്യപ്പുര ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മത്സരങ്ങൾ തീരുന്നതുവരെ ഈ കലവറ ഒരുങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കലവറയിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാകും. അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. മത്സരം എപ്പോൾ കഴിഞ്ഞാലും കുട്ടികൾക്ക് ഈ ഭക്ഷ്യപ്പുരയിലേക്ക് എത്താം. അവിടെ ഭക്ഷണം റെഡി ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇത്തവണയും പഴയിടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭവ സമൃദ്ധമായ സദ്യയാണ് ഈ 5 ദിവസവും നീണ്ടു നിൽക്കുന്നത്. ഇന്നലെ തന്നെ പഴയിടം മോഹനൻ നമ്പൂതിരി ഇവിടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ, അതായത് ഭക്ഷ്യപ്പുര ഒരുക്കുന്ന, കലവറ ഒരുങ്ങുന്ന സ്റ്റേഡിയത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വൻ സംഘം തന്നെ ഈ പാചകത്തിന് പിന്നിലുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ഒരു പ്രത്യേകത, നാളെയാണ് ആദ്യത്തെ ഭക്ഷണ വിതരണം. രാവിലെ നവധാനി ദോശയാണ്, അതായത് പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ 8-9 നവധാന്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക തരം ദോശയാണ്. കൊങ്ങിണി വിഭാഗമായിട്ടുള്ള ദോശ നാളെ രാവിലെ കുട്ടികൾക്ക്, അതായത് 14-ന് രാവിലെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടാണ് ഈ ഭക്ഷ്യപ്പുരയും ഒരുങ്ങുന്നത്. നമുക്ക് അടിച്ചു പൊളിക്കാം. പൂരം പോലെ തന്നെ കലയുടെ പൂരമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് തൃശ്ശൂർ.